ഓക്കെ, അപ്പൊ ഇനി നമ്മുടെ ടോപ്പിക്കിലേക്ക്. കല്യാണം എന്ന് പറയുന്നത് പണ്ടൊരു കോൺസെപ്റ്റ് ആയിരുന്നു, ഇപ്പൊ കുറച്ചുകൂടെ മാറി വന്നിട്ടുണ്ട്. സോ അപ്പം നിങ്ങളുടെ മനസ്സിലുള്ള ഒരു, ഇപ്പം പണ്ട് ഈ പറയുന്ന പോലെ ജാതകം, അങ്ങനെ പ്രശ്നങ്ങള്, കാര്യങ്ങള്, അങ്ങനെ അതൊക്കെ ഒരു അതൊക്കെ ഒരു പ്രശ്നമാണോ, അല്ലെങ്കിൽ അത് ആക്ച്വലി നിങ്ങളുടെ ഒരു കോൺസെപ്റ്റ് എന്താണ് കല്യാണത്തിനെ പറ്റിയിട്ട്? ഗൗരിന്ന് തൊട്ടെങ്കിലും ഗൗരി പറഞ്ഞു. ഈ ജാതകം എന്ന് പറയുന്നത് അന്നും ഇന്നും അത് വിശ്വസിക്കുന്നവർക്ക് പ്രശ്നമാണ്. ഒന്നാമത്തെ കാര്യം എനിക്കങ്ങനെ പിന്നെ എനിക്ക് ജാതകമായിട്ടൊരു ബന്ധമില്ല. എന്ത് കല്യാണം തന്നെ അങ്ങനെയല്ല. കല്യാണം ഇഷ്ടപ്പെടുന്ന ആളെ കല്യാണം കഴിക്കുക, അത്രേ ഉള്ളൂ. കല്യാണം എന്ന് പറഞ്ഞാൽ ഇഷ്ടപ്പെടുന്ന ആളെ കല്യാണം കഴിക്കുക. ഇല്ല, ഗ്യാസ് സീരിയസ്ലി പറഞ്ഞു. അല്ല, ഞാൻ ഈ ജാതകമൊന്നും അതിലൊന്നും എനിക്ക് വലിയ ഇതൊന്നും ഇല്ല. ഇഷ്ടപ്പെടുന്ന ആളെ കല്യാണം കഴിക്കുക, അത്രേ ഉള്ളൂ. സിമ്പിൾ. എനിക്ക് അത്രേ ഉള്ളൂ. ഓക്കെ, ഇനി കാർത്തിക്കിന്റെയോ? ഇപ്പോൾ യെസ്, ഡെഫിനറ്റ്ലി പഴയ കോൺസെപ്റ്റ് ഒക്കെ മാറിയിട്ടുണ്ട്. ഇപ്പം പലർക്കും, ചിലർക്ക് കല്യാണം കഴിക്കാതെ ജീവിക്കുന്നവർ, അതൊക്കെ ഇപ്പോൾ വളരെ കോമൺ ആയിട്ട് വന്നിട്ടുണ്ട് ആളുകൾക്ക്. അത് വന്നിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ എൻ്റെ ഒരു കൺസെപ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കല്യാണം കഴിക്കണം എന്നൊക്കെയുള്ള എല്ലാ ആഗ്രഹം പോലെയാണ്. അണ്ണനൊക്കെ കല്യാണം കഴിച്ചാണ് കുട്ടികളൊക്കെ നല്ല ഹാപ്പി ആയിട്ട് ജീവിക്കുന്നത്. അപ്പോൾ അതുപോലെ ഈ പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട്, കല്യാണം എൻ്റെ ചുറ്റും കല്യാണം കഴിച്ച ആരും ഹാപ്പി ആയിട്ട് ഞാൻ കാണുന്നില്ല, അങ്ങനെയൊക്കെയുള്ള ഒരുപാട് സംഭവങ്ങളൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. അത് അവരുടെ ഇതിൽ ശരിയായിരിക്കാം. പക്ഷേ കല്യാണം കഴിച്ച് ഇപ്പം എൻ്റെ അച്ഛനും അമ്മയും കല്യാണം കഴിച്ച് ഹാപ്പി ആയിട്ട് ഇത്രയും വർഷം ജീവിച്ചു, ഞാനും അത് കണ്ടുകൊണ്ടാണ് വളർന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് ആ മാരേജ് ലൈഫിൽ എൻ്റെ സുഹൃത്തുക്കളും അങ്ങനെ ജീവിക്കുന്നുണ്ട്, എല്ലാവരുടെയും കാര്യങ്ങൾ എടുത്തു കഴിഞ്ഞാൽ. അപ്പോൾ എനിക്കതൊന്നും രണ്ടാമത് വേറൊരു ചിന്തിക്കേണ്ട കാര്യമില്ല. അപ്പം പിന്നെ കല്യാണത്തിലേക്കൊക്കെ വരുമ്പോൾ കല്യാണമല്ല ഏറ്റവും പ്രധാനമായിട്ട് രണ്ട് മനസ്സുകൾ ഒരുമിച്ച് പോകുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. അപ്പോൾ അത് ഇപ്പോൾ ഞാൻ തൊട്ട് മുമ്പത്തെ ഒരു ഇൻ്റർവ്യൂവിൽ ഞാൻ പറഞ്ഞായിരുന്നു, ഇപ്പോൾ നമ്മൾ പുറമേ കാണുന്ന അല്ലെങ്കിൽ പുറമേ ഉള്ളതുപോലെ അല്ല. നമുക്ക് നമ്മൾ വീട്ടിൽ അല്ലെങ്കിൽ നമ്മുടെ ഒരു പേഴ്സണൽ സ്പേസിൽ നമുക്ക് എങ്ങനെ ഹാപ്പി ആയിട്ടിരിക്കാൻ പറ്റും. നമ്മൾ പുറമേ ചിലപ്പോൾ ആൾക്കാരെ കാണിക്കാനൊക്കെ ഹാപ്പി ആയിരിക്കാം, പലതും പറഞ്ഞിരിക്കാം, ഓക്കെ. പക്ഷേ നമ്മുടെ ഒരു പേഴ്സണൽ സ്പേസിൽ നമുക്ക് എത്രത്തോളം ഹാപ്പി ആയിട്ടും എത്രത്തോളം കംഫർട്ടബിൾ ആയിട്ടും ഇരിക്കാൻ പറ്റും എന്നുള്ളതാണ് അതിൻ്റെ കാര്യം. ഇപ്പോൾ വേറെ ഇപ്പോൾ ചില ആളുകൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ പുറമേ കാണുന്ന ഒരുപാട് പേരെ ഉദാഹരണം നോക്കുന്നുണ്ട്. അവർ ആ കപ്പിളിനെ കണ്ടില്ല, അവർ എത്ര ഇതായിട്ടാണ് നിൽക്കുന്നത്, ഇത് ഈ കപ്പിളിനെ കണ്ടില്ല, അങ്ങനെ നിൽക്കുന്നത്. അവരങ്ങനെ ആയിരിക്കണമെന്നില്ല. ഒരാളുടെ ഉള്ളിലേക്ക് പോയി ചിലപ്പോൾ അങ്ങനെ ആണെങ്കിൽ നല്ലത്, ഓക്കെ. ബട്ട് മറ്റൊരു ഇത് വെച്ചിട്ട് കമ്പയർ ചെയ്യല്ല നമ്മൾ ചെയ്യേണ്ടത്. വ്യക്തികൾ ഡിഫറെന്റ് ആണ്. അതെ അതെ അതെ, വ്യക്തികൾ ഡിഫറെന്റ് ആവുമ്പോൾ ഇഷ്ടങ്ങൾ ഡിഫറെന്റ് ആവും. അതെ. അപ്പം അത് വർക്കായാൽ തന്നെ കല്യാണം എന്ന് പറയുന്നത് അത് ജസ്റ്റ് ഒരു ചടങ്ങ് മാത്രമാണ്. പിന്നെ കല്യാണത്തിലൂടെ ചിലപ്പോൾ ഫാമിലീസ് കൂടെ ഒന്ന് എൻ്റർ ആവും എന്നുള്ളത് മാത്രമേ ഉള്ളൂ. പക്ഷേ ജാതകം എന്ന് പറയുന്ന സാധനം അങ്ങനെയൊക്കെ ഒരു പക്ക അത് കറക്റ്റ് ആയില്ലെങ്കിൽ അത് ശരിയാവില്ല, അങ്ങനെയൊക്കെ ഒരു ഓരോരുത്തരുടെ പേഴ്സണൽ ചോയ്സ് അല്ലേ. ജീവിക്കുന്ന എത്രയോ പേരുണ്ട്. ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഇപ്പം പണ്ട് ഒരു സമയത്തിന് മുമ്പ് വരെ പീരീഡ്സ് ആയി കഴിഞ്ഞാൽ വീട്ടിൽ കയറ്റാതെ അവിടെ നിൽക്കുന്നത്, അങ്ങനെയൊക്കെ അതിന് മാറ്റങ്ങൾ സംഭവിച്ചില്ലേ. പണ്ടൊക്കെ എന്ന് വെച്ചാൽ പീരീഡ്സ് എന്ന് പറയാൻ പോലും ഇങ്ങനെ പറയുന്ന ഒരു ഇന്ന് നമ്മൾ ഒരുപാട് മാറിയില്ലേ. അപ്പൊ അതുപോലെ മാറ്റങ്ങൾ സംഭവിക്കും ജാതകത്തിന്റെ ആയാലും മറ്റു കാര്യത്തിൽ, എല്ലാ കാര്യത്തിലും. അതൊക്കെ ഓരോരുത്തരുടെ പേഴ്സണൽ ചോയ്സ്. കാലഘട്ടത്തിൻ്റെതായ മാറ്റങ്ങൾ എന്തായാലും ഇപ്പൊ ജാതകം നോക്കുന്നവർ നോക്കുന്നുണ്ട്, ഇല്ലാത്തവർ നോക്കുന്നില്ല. ബാക്കി ഇപ്പം ഹിന്ദു കാസ്റ്റിലല്ലേ ജാതകം ഉള്ളൂ, ബാക്കി എല്ലാരും ജാതകം നോക്കുന്നില്ലല്ലോ. നോക്കിയിട്ട് പൊളിക്കുന്ന എത്ര പേരുണ്ട്, നോക്കാതെ ജീവിക്കുന്ന എത്രയുണ്ട്. എല്ലാ പൊരുത്തങ്ങളും ഒത്തു വന്നിട്ടും പിന്നീട് പ്രശ്നങ്ങൾ വന്നിട്ട് പിരിയാറുണ്ടല്ലോ. കയ്യിരിപ്പാണ് മെയിൻ. ഞാനിപ്പോ ഇത്രയായിട്ട് പറഞ്ഞത് ഈ പറഞ്ഞ നമ്മളെ കയ്യിലിരിപ്പ്. അങ്ങനെ ആ കയ്യിരിപ്പ് കൊണ്ട് കല്യാണം നടക്കാൻ വേണ്ടി നടക്കുന്ന ഒരു ചെറുപ്പക്കാരന്റെ കഥയാണ് വത്സര ക്ലബ്ബ്. വലിച്ച് വീണ്ടും ഇവിടെ കൊണ്ടിട്ടുണ്ട്. വത്സര ക്ലബ്ബിൽ ഈ ജാതകത്തിന്റെ ഒരു സംഭവം പറയുന്നുണ്ട്, ചൊവ്വാദോഷം എന്ന് പറയുന്ന ഒരു സംഭവം മെൻഷൻ ചെയ്യുന്നൊക്കെ ഉണ്ട്. നമ്മുടെ കാരന്റെ പേര് തന്നെ ചൊവ്വ വേണു എന്നാണ്. അപ്പൊ നമ്മളുടെ ഉണ്ണിച്ചേട്ടൻ പറഞ്ഞില്ലല്ലോ, കുറച്ചൊന്ന് അവിടെ ഇവിടെ തട്ടുന്നത് ഇങ്ങനെ ജസ്റ്റ് പറഞ്ഞു വിട്ടതേ ഉള്ളൂ. ഒരു കോൺസെപ്റ്റ് എങ്ങനെയാണ് ജാതകത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, ജാതകം നേരത്തെ പറഞ്ഞ പോലെ അതിനെ വിശ്വസിക്കുന്നവർക്ക് ദൃഷ്ടാന്തോ അങ്ങനെ എന്തോ, നമ്മൾ വിശ്വസിക്കുന്ന ദൃഷ്ടാന്തോ അങ്ങനെ എന്തോ ഒരു പരിപാടിയാണ് സംഭവം. അപ്പോൾ അതിൽ വിശ്വസിക്കുന്നവർക്ക് അവരുടെ വിശ്വാസത്തിലൂന്നി ചെയ്യാം. അത് പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എല്ലാ പൊരുത്തങ്ങളും ഒത്തു വന്നിട്ടും അടിച്ചു പിരിഞ്ഞു പോകുന്ന ടീമുകളുണ്ട്. ജാതകം എഴുതാത്ത ആൾക്കാരില്ലേ ലോകത്ത്? എല്ലാം കഴിഞ്ഞാൽ ജാതകം നോക്കിയാണ് എല്ലാം കഴിക്കണം, നോക്കുന്നില്ല. സംഭവം രണ്ട് മനുഷ്യന്മാർക്ക് മനസ്സിലാക്കി അവര് ജീവിക്കാൻ പറ്റണം, അതല്ലേ കല്യാണം. അത്രേ ഉള്ളൂ. അതാണ് സംഭവം. എനിക്ക് അങ്ങനെ തോന്നുന്നു, രണ്ടുപേർക്ക് അണ്ടർസ്റ്റാൻഡിങ് ആണ്. പാർട്ട്ണർ ഇങ്ങനെയുള്ള ആളാണ് നമ്മൾ സ്വയം തീരുമാനിക്കുക. പിന്നെ ഇപ്പൊ കൂടുതലും ആളുകൾ അവർ ഈ ജാതകമൊക്കെ നോക്കാൻ പ്രേരിതരാകുന്നത് അവരുടെ പേരൻസിനെ വെച്ചിട്ടാണ്. കാരണം അവർ പഴയ ആളുകൾ, പഴയ ചില ചിന്താഗതികളൊക്കെ ഉള്ളത് കൊണ്ടാണ് അവർക്ക് അതൊക്കെ നോക്കണം എന്ന് പറഞ്ഞാൽ ഒരു ചടങ്ങ് പോലെ. ഇപ്പൊ കല്യാണം പോലെ തന്നെയാണ് ഈ ജാതകം നോക്കലും. ചിലർക്ക് ഇപ്പൊ കല്യാണത്തെ വിശ്വസിക്കാത്ത ആളുകളുണ്ട്, എന്ന് പറയുന്ന പോലെ ജാതകത്തെ വിശ്വസിക്കാത്ത ആൾക്കാരുണ്ട്. ഈ വിവാഹ ജീവിതത്തെ പറ്റിയുള്ള CD നേരത്തെ പറഞ്ഞ ഒരു കാര്യം ആലോചിച്ചു. ഇപ്പൊ ഉള്ള ഈ പ്രീ ജഡ്ജ് ചെയ്തിട്ട്
ഇപ്പൊ ഏതൊരു സിനിമയിൽ ഞാൻ കണ്ടായിരുന്നു, എന്റെ എല്ലാ കോളംസും ടിക്ക് വീണാലേ ഞാൻ കല്യാണം. അങ്ങനെ ഇപ്പൊ നമ്മൾ ഡിമാൻഡ് ചെയ്യപ്പെടുന്ന പോലെ ഒരാൾ വേണം എന്ന് ആഗ്രഹിക്കുന്ന, അത് നമ്മുടെ അങ്ങനെയല്ലല്ലോ വേണ്ടത്. ഇപ്പൊ അവരുടേതായിട്ടുള്ളൊരു വ്യക്തിത്വം ഉണ്ടാവും, നമ്മളായിട്ടുള്ള വ്യക്തിത്വം ഉണ്ടാവും. അവിടെ ഒരു ഇതുണ്ടാവണം. ഈ ടിക്ക് മാർക്ക് അത് കഴിഞ്ഞ് 3 മാസം കഴിയുമ്പോൾ വർക്ക് ആവുന്നില്ല. ഈ റിലേഷൻഷിപ്പ് ഞാൻ ഒരു കാര്യം എന്റെ പേഴ്സണൽ ലൈഫിൽ പുള്ളിയുടെ ക്യാരക്ടർ എന്താണെന്ന് ചോദിക്കാൻ മനസ്സിലാക്കുന്നത്. തിരുവനന്തപുരത്ത് നിന്ന് വണ്ടിക്കൂലി ചെലവാക്കി കല്യാണവും പരീക്ഷയും ഇവിടെ ഒരു പേര് എന്നെ കുറെ കൂട്ടിട്ട് ചെറുതാണ് താങ്ക്സ്. ചില കൊണ്ട് ഞാൻ കൊണ്ട് വീട്ടിൽ കൊണ്ടിട്ട് വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഉണ്ണിച്ചേട്ടന്റെ ക്യാരക്ടറിനെ പറ്റിയിട്ട് ഡീറ്റെയിൽ ആയിട്ട് അറിയോ? ക്യാരക്ടറിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞാൽ ഫുള്ള് കഥ പറയേണ്ടി വരും. ക്ലൈമാക്സ് ഒഴിച്ച് ബാക്കിയില്ല. ഇദ്ദേഹത്തിന്റെ ക്യാരക്ടർ പറയാമല്ലോ. ഇപ്പൊ ഞാന് എന്നുവെച്ചാൽ കെട്ടുപ്രായം കഴിഞ്ഞ് ഒരുപാട് കാലങ്ങൾ ആയ ഒരാളാണ്, സൽസ്വഭാവിയാണ്. എന്നിട്ടും അതിവിടെ എവിടെയും പരാമർശിക്കുന്നില്ല. അപ്പൊ അങ്ങനെയുള്ള ഒരാളിന് മുറപ്പെണ്ണ് ഇഷ്ടപ്പെടുന്നില്ല. അപ്പൊ പുള്ളിക്ക് അതിൻ്റെതായ ഫ്രസ്ട്രേഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതൊരു കുരുക്ക് പിടിച്ചൊരു കല്യാണം, ക്ലബും കല്യാണ വീടും. സത്യം പറഞ്ഞാൽ ലൊക്കേഷൻസ് ഒരു 3-4 ലൊക്കേഷൻസേ ഉള്ളൂ. ക്ലബ്ബ് കഴിഞ്ഞാൽ നേരെ കല്യാണ വീടാണ്. അപ്പം അവിടെ ഇവിടെ നടക്കുന്ന ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു പരിപാടിയാണിത്. ഈ ഒരാളെ ചുറ്റിപ്പറ്റി ഒരുപാട് ആൾക്കാരുണ്ട്. അതെ, അതൊരു എന്നെ ചുറ്റിപ്പറ്റി കുറെ ആൾക്കാരുണ്ട്. ഞങ്ങളെ ചുറ്റിപ്പറ്റി ഒരു ഗ്രാമമുണ്ട്. ആ ഗ്രാമത്തിലെ മെയിൻ ആയിട്ടുള്ള ഒരു വില്ലൻ എന്നൊക്കെ പറയാൻ പറ്റുന്ന എന്റെ അച്ഛൻ. എന്റെ അച്ഛൻ ക്യാരക്ടർ ഓക്കെ 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 ഓക്കെ. അപ്പൊ അപ്പൊ ധ്യാൻ ചേട്ടൻ ഇതിനകത്തൊരു മെയിൻ ആയിട്ടുള്ള ക്യാരക്ടർ ആണോ ചെയ്യണത്? പുള്ളി മറ്റേ ഒരു ഇമ്പോർട്ടന്റ് ക്യാരക്ടറാണ്. അപ്പൊ അത് ക്യാമിയോ. ഓക്കെ, അപ്പൊ നേരത്തെ പറഞ്ഞ പോലെ ഇനോഗ്രേഷന് വേണ്ടി അല്ലല്ല, ഇത് എല്ലാം തെറ്റിദ്ധരിച്ചിരിക്കുന്നത്. ഇനാഗ്രേഷൻ അല്ല, എല്ലാം ക്ലബിന്റെ ഉദ്ഘാടനത്തിന് അല്ലല്ല. അത് നമ്മൾ അങ്ങനെ ഒരു പരിപാടി കണ്ടന്റ് പിടിച്ചിങ്ങനെ പറഞ്ഞതേ ഉള്ളൂ. പുള്ളി ഒരു ക്യാമിയോ പരിപാടിയാ. ഇതിനകത്തിൽ ഇമ്പോർട്ടന്റ് ആയിട്ട് ആദ്യമേ തൊണ്ട് ചിലടത്തായി മെൻഷൻ ചെയ്യുന്ന ഒരു ക്യാരക്ടറാണ്. പടത്തിലുള്ള ആളാണ്. ക്ലബ് ഉദ്ഘാടനത്തിന് വരുന്നതല്ല. ഓക്കെ, അപ്പൊ എന്തായാലും ഈ വത്സല ക്ലബ് ഒരു ക്രിഞ്ച് കല്യാണം എന്തായാലും അടിപൊളി ആകട്ടെ എന്ന് ആശംസിക്കുകയാണ്. ആൻഡ് ഇവിടെ നമ്മൾക്ക് വേണ്ടി ഇത്രയും ടൈം സ്പെൻഡ് ചെയ്തതിന് എന്നാണ് റിലീസ് എന്ന് പറഞ്ഞത്? സെപ്റ്റംബർ 26. ഞാൻ ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. എല്ലാരും ഒന്നുകൂടെ പറഞ്ഞോളൂ. നമ്മുടെ ഒരു കൊച്ചു പടമാണ്. നിങ്ങൾക്ക് എന്തായാലും ലാഗടിക്കാതെ കണ്ടിരിക്കാൻ പറ്റിയ നമ്മുടെ കുറേ സുഹൃത്തുക്കൾ ചേർന്നുണ്ടാക്കിയ ഒരു കുഞ്ഞു പടം. ഇത് തിയേറ്ററിൽ സെപ്റ്റംബർ 26 വരെയാണ്. നിങ്ങളെല്ലാവരും നമ്മളെ സ്നേഹിക്കുന്ന അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടപ്പെടുന്ന എല്ലാവരും തിയേറ്ററിൽ തന്നെ പോയി പടം കാണണം. നിങ്ങൾ മലയാളികൾ ഇപ്പോൾ എത്ര ഉണ്ടാലും എല്ലാവരും പോയി കണ്ടില്ലേ, പകുതി പേര് പോയി കണ്ടാലും നമ്മുടെ സുഹൃത്തുക്കൾ പോയി കണ്ടാലും ഈ പടം വിജയിക്കുന്ന പടമാണ്. കാരണം അത്രയും കുറച്ച് ചെറിയ എന്താണ് ബഡ്ജറ്റ് കുറച്ച് ആർട്ടിസ്റ്റുകളാണ്. പുതിയ ആള്, പുതിയ അധികം എന്താ പറയുക സിനിമകളിലൊന്നും അഭിനയിക്കാത്ത നമ്മളെ പോലുള്ള പുതിയ കുറച്ച് ഞാൻ എന്റെ കാര്യമാണോ പറഞ്ഞത്? ഞാനൊന്നും പറഞ്ഞില്ലല്ലോ. ചിലപ്പോ ഞാൻ തെലുങ്കിൽ അപ്പോൾ ഇതുപോലെ കുറച്ച് പുതിയ ആളുകളെയൊക്കെ വെച്ചിട്ട് ചെയ്യാനായിട്ടൊരു ധൈര്യം ഇതിന്റെ ടീം കാണിച്ചേക്കാണ്. അപ്പോൾ അത് നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ ഇത് ഇനിയും ഒരുപാട് നല്ല പരിപാടികൾ ഞങ്ങളെ തേടി വരും. അല്ലെങ്കിൽ ഈ ഒരു ടീമിനെ വെച്ചൊക്കെ ചെയ്യാനായിട്ട് ഒരുപാട് പേർക്ക് പ്രചോദനമാകും. കാരണം ഇപ്പോഴത്തെ വലിയ വലിയ ബഡ്ജറ്റുകളില്ലാതെ കൊച്ചു കൊച്ചു സിനിമകൾ ചെയ്യാൻ ഒരുപാട് പേര് അതൊരു പ്രചോദനമാവും ഇത് നിങ്ങൾ വിജയിപ്പിച്ചു കഴിഞ്ഞാൽ. അപ്പോൾ സെപ്റ്റംബർ 26 വരിക. ഓക്കെ, അപ്പൊ എന്തായാലും വിഷിംഗ് ഓൾ ദ വെരി ബെസ്റ്റ്. എന്തായാലും ഒരു അടിപൊളി സിനിമയായിട്ട് ഇങ്ങനെ വരട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു സോ മച്ച്. കാണണം കേട്ടോ, കാണണം. യെസ് യെസ് ഡെഫിനറ്റ്ലി. ഓക്കെ, സോ താങ്ക് യു സോ മച്ച് എവരിവൺ ആൻഡ് ബൈ.